சிபிஎம் கட்சியில் மீண்டும் தொடர்வதற்கு தனக்கு விருப்பமில்லை என்று முன்னாள் எம்எல்ஏ எஸ் ராஜேந்திரன். கட்சி மெம்பர்ஷிப்பை புதுப்பிப்பதற்கு தனக்கு விருப்பமில்லை, இனியும் தனக்கு துரோகம் செய்தவர்களுடன் எப்படி ஒன்றிணைந்து செயல்பட முடியும் என்றும் ராஜேந்திரൻ கூறினார். 10-15 വർഷക്കാലമായി യൂണിയന്റെ റെക്കഗ്നൈസേഷൻ കിട്ടിയതിന് ശേഷമാണല്ലോ കെ.വി. ശശി ഇത്ര സ്ഥാനം, യൂണിയന്റെ പ്രസിഡന്റ്, PLC മെമ്പർ, ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ CITUവിൻ്റെ പ്രധാന ഭാരവാഹികൾ, ഇതെല്ലാം ഒരാൾ വെച്ചോട്ടെ, നമുക്കൊന്നും പുള്ളിയാണല്ലോ അതി ബുദ്ധിജീവി, അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ പാർട്ടിക്കകത്ത് രാജേന്ദ്രൻ തുടരരുത് എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും തുടരില്ല എന്നുള്ളതിനെ അങ്ങേരുടെ വർത്തമാനം നടക്കുന്ന വേദിയിലൊന്നും നമുക്ക് സ്ഥലമുള്ളതല്ല. അതുകൊണ്ട് നമ്മളതൊന്നും വിശ്വസിച്ച് പോകാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. മാനസികമായി അടുക്കുന്നില്ല. പാർട്ടി സഖാക്കൾ വന്നിരുന്നു, പാർട്ടിയാണ് വരുന്നത്, അത് ആ നിലയിൽ ബഹുമാനത്തോട് തന്നെയാണ് കാണുന്നത്. മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വാദത്തിലേക്കോ ഒരു പ്രചരണത്തിലേക്കോ പോകാൻ ആഗ്രഹിച്ചതുമല്ല. പിന്നെ എന്നും ഈ വാർത്ത വരുന്നതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തൽക്കാലം നീതി ലഭ്യമായില്ല എന്ന് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. ഗോവിന്ദ മാസ്റ്റർ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് സംസാരിച്ചിട്ടും 2 മാസം ആയ സാഹചര്യത്തിൽ ഇടക്കാലത്തിൽ പോലും ഈ വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു നീതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ ഈ സ്ക്രൂട്ടനി നടക്കുന്നു. അതിൻ്റെ പ്രധാനമായി മെമ്പർഷിപ്പ് ഇപ്പം തരണം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ BJP പോയെന്നോ മറ്റു പാർട്ടിക്ക് പോയെന്നോ പോകാതെ കരുതേണ്ട കാര്യവുമില്ല. മെമ്പർഷിപ്പ് പുതുപ്പിക്കുന്നില്ല. അത് എൻ്റെ ഒരു മാനസിക വിഷമത്തിൻ്റെ ഒരു ഭാഗമാണ്. അനുഭവിച്ചത് ഞാനാണ്. പാർട്ടി നോട്ടീസും എല്ലാം കൂടി അച്ചടിച്ച് ആ നിലയ്ക്ക് സസ്പെൻഷനിലോട്ട് എത്തിക്കുകയൊക്കെ ചെയ്തു. ഇത് എല്ലാ കൊല്ലവും മാർച്ച് മാസം പാർട്ടി മെമ്പർഷിപ്പ് സ്ക്രൂട്ടനി നടത്തും. അതിൻ്റെ ഒരു ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ അതാണ് തീരുമാനം. അന്നേരം തന്നെ ഈ വന്ന സഹാക്കൾ ആർക്കും സഹായിക്കാൻ പറ്റുന്ന ശേഷിയുള്ളവരല്ല. പാർട്ടി ഏരിയ കമ്മിറ്റി ആളുകൾ എന്ന് പറയുന്ന പാർട്ടി ഒരു സർക്കുലർ തന്നാൽ അത് അനുസരിച്ച് ചർച്ച ചെയ്യാം. തീരുമാനം മാറ്റിമറിക്കാനുള്ള അവകാശവുമില്ല. അങ്ങനെ വീണ്ടും എനിക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്താ ഉറപ്പ്? ഇനിയിപ്പോൾ ഞാൻ തെറ്റും കുറ്റം കാരണമാണ് 40 വർഷക്കാലം സർവീസ് നടത്തി. ഈ പറഞ്ഞ പൊതുസേവന രംഗത്ത് ഒക്കെ ഒട്ടനവധി സമയങ്ങളുണ്ടായിരുന്നു. രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോൾ വേണേൽ ആരെങ്കിലും പറയുമോ എന്ന് നോക്കാലോ. അത് കെട്ടിച്ചമച്ച് ചതി ഉണ്ടാക്കിയതാണ്. ആ ചതിയൻ ആളുകൾ ഒപ്പം നിന്ന് പോകാൻ എനിക്ക് മനസ്സ് അങ്ങോട്ട് അടുക്കുന്നില്ല. അതാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാൻ പറ്റാത്തത്. എന്നെ പ്രവർത്തിപ്പിക്കരുത് എന്ന് കരുതിയ ആളുകൾ, ചതി ചെയ്ത ആളുകളോടൊപ്പം പോയി ഇരിക്കാനും നിൽക്കാനും എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുപ്പിക്കാത്തത്.